ഇപ്പോൾ ജയശ്രീ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഇപ്പോൾ ഇഡിക്ക് മുൻപിൽ ഹാജരായിരിക്കുന്നു. അല്പസമയം മുൻപാണ് കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്ത് ജയശ്രീ ഹാജരായിരിക്കുന്നത്. ഇവർക്ക് ജാമ്യം ലഭിച്ചതിന്റെ തൊട്ടുപുറകെ തന്നെ ഇഡിയുടെ സമൻസ് അയച്ചിരുന്നു. ഈ സമൻസിനെ തുടർന്നാണ് ഇപ്പോൾ ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഇഡി തുടരുകയാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ നാലാമത്തെ ആളെയും ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് തുടരുന്നത്. ഇന്ന് തന്നെ കൽപേഷും ഹാജരാകുമെന്നുള്ളതാണ് അറിയുന്നത്. ആദ്യഘട്ടത്തിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. 9 മണിക്കൂറാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. അതിനുശേഷം ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു. ഇപ്പോൾ നാലാമത്തെ ആളായി ജയശ്രീ കൂടി ഇഡിക്ക് മുൻപിൽ എത്തുകയാണ്. ഈ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അതിന് ചെമ്പുപാളി എന്ന് അടയാളപ്പെടുത്തി എന്നുള്ളതായിരുന്നു ജയശ്രീക്കെതിരെ ചുമത്തപ്പെട്ട SITയുടെ കണ്ടെത്തൽ. ഇതേ തുടർന്നായിരുന്നു പിന്നീട് പ്രതി ചേർത്തത്. എന്നാൽ ജയശ്രീക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ ജാമ്യം ലഭിച്ചതിന് തൊട്ടുപുറകെ ഇഡിയുടെ അന്വേഷണം കൂടി എത്തുകയാണ്. പ്രധാനമായും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഒരു സാമ്പത്തിക ലാഭം ഇവരൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവർക്കുണ്ടായി, ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ജയശ്രീ കൂടി ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നാലാമത്തെ ആളാണ് ഇപ്പോൾ ഇഡി ആസ്ഥാനത്ത് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്.